മനസ്സിലാക്കി നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ, ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളുകളെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്ലഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കും.
ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ കൊണ്ട് കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ കൊണ്ട് കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം. ഇത്രത്തോളം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ കൊണ്ട് കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ കൊണ്ട് കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഇന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതേ. ഇന്നതല്ല ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതേ. ഉച്ചത്തിൽ ചെറുപാടാം. ഇന്നതല്ല ദൈവം നമ്മെ നേടിയതല്ല ദൈവമെല്ലാം തന്നതേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാദം സ്തുതി ഇത്രത്തോളം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതി രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഇനിയും കൃപ കൊണ്ട് കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ കൊണ്ട് കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൃപാസനത്തിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളെയും ദൈവമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സമയബന്ധിതമായി എല്ലാം പൂർത്തീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിന്റെ സാമൂഹിക, സാംസ്കാരിക, ആത്മീയ ആരാധനയെ പ്രത്യേകമായിട്ട് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുവാനുള്ള ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, അച്ഛൻ ഓരോ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങളുടെ ജോലി, വീട്, വിവാഹം, മക്കള്, നിങ്ങളുടെ വിസ, നിങ്ങളുടെ ജപ്തി നടപടി, നിങ്ങളുടെ കുടുംബസമാധാനം, ഭർത്താവും ഭാര്യയും പിരിഞ്ഞിരിക്കണത്, അതുപോലെ കേസുകൾ, വഴക്കുകൾ, ഇങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ പ്രാർത്ഥനയും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഒറ്റ സ്വരത്തിൽ ഒറ്റ പ്രാർത്ഥന ചെയ്യണം. എന്താണ്? അമ്മേ, ഞങ്ങളെ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ആരാധന. ദൈവനാമേ നന്ദി, ദൈവനാമേ മഹത്വം, ദൈവനാമേ ആരാധന. ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. ഏറ്റു പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ജപ്തി നടപടി നേരിടുന്ന എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാകുവാൻ അവരിന്ന് അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളിൽ നിന്ന് അവർക്ക് വിടുതൽ നൽകണം.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, രോഗികളെ പീഡിതരെ രക്തസ്രാവ രോഗികളെ ആന്തരിക അവയവങ്ങളിലെ മുഴകളുള്ളവരെ സിസ്റ്റുള്ളവരെ അങ്ങയുടെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശ്വാസകോശ രോഗികളെ, തൊണ്ടയുടെ മുഴകളെ, ക്യാൻസർ രോഗികളെ, കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ അവരെ സുഖപ്പെടുത്തി നടുവിന് വേദന ഉള്ളവരെ ഈ നിമിഷം നടുവിന്റെ വേദന പൂർണ്ണമായി പരക്കെ സുഖപ്പെട്ടുകൊണ്ടിരിക്കണം. ശ്രദ്ധിക്കട്ടെ. ഞങ്ങളുടെ ഇടയിലുള്ള അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ശ്വാസകോശ രോഗികളെ, ഹൃദയ രോഗികളെ, ഈശോ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന മുഴുവൻ രോഗങ്ങളെ, ഗർഭിണികളുടെ രോഗങ്ങളെ, ഗർഭാവസ്ഥയിലെ തകരാറുകളെ ക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെ അങ്ങയുടെ സ്വീകരണത്തിന്റെ സാക്ഷിയാക്കണമേ. ഒരുമിച്ച് പാടാം. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മകളുടെ പരീക്ഷ കഴിഞ്ഞ പിള്ളേരെ ഇപ്പോഴേ BTUവിന്റെ പരീക്ഷ നടക്കാൻ പോകുന്നു, PSC പരീക്ഷ നടക്കാൻ പോകുന്നു. പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിക്കൊണ്ട് അവർ തടസ്സമില്ലാതെ അവരുടെ ഭാവി ജീവിതം ക്രമീകരിക്കുന്നതിന് വേണ്ടി അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ സാക്ഷികളായി കുഞ്ഞുങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ ശ്രദ്ധിക്കട്ടെ. മക്കളെ, സമാധാനമില്ലാത്തവര്, പലതരത്തിലുള്ള ആസക്തികള് കുഞ്ഞുങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയവരുണ്ട്. ചില കേസുകളിൽപ്പെട്ട് മക്കള് ജയിലിൽ കിടക്കുന്ന അമ്മമാരുണ്ട്. കുടുംബങ്ങളിൽ കലഹങ്ങൾ നിലനിന്ന് പോകുന്നവരുണ്ട്. ഒരു പൊരുത്തമില്ലാത്തവരുണ്ട്. ചില പറയാം ആരെങ്കിലും ഒരാൾ മരിക്കാതെ ശരിയാകത്തില്ലെന്ന് പറയും. അങ്ങനെ അത്രയും ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. ആ മേഖലയിലെല്ലാം കർത്താവിൻ്റെ വെളിച്ചം ഉണ്ടാകാൻ വേണ്ടിയും തിന്മകളുടെ ശക്തികൾ ആട്ടി അകറ്റപ്പെടാൻ വേണ്ടിയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകാൻ വേണ്ടി ഇടിമുഴക്കം പരിശോധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മക്കളെ, വരുമാന മാർഗം മുട്ടിപ്പോയവര്, എന്ത് വരുമാന മാർഗം ചെയ്യണമെന്നറിയാതെ കൺഫ്യൂഷൻ ഉള്ളവര്, എന്ത് ചെയ്തു കഴിഞ്ഞാൽ 10 പൈസ കിട്ടി ജീവിക്കാൻ പറ്റുമെന്നറിയാതെ വേദനിക്കുന്നവര്,
പ്രാർത്ഥിക്കുക. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, സാമ്പത്തിക മേഖലകളിലെ പൊറുതി മുട്ടിയവരെ ഈ നിമിഷം അമ്മയുടെ പ്രത്യക്ഷഗണത്തിന്റെ സാക്ഷികളായി ആഴ്ചക്കുള്ളിലെ അവർക്ക് മാർഗം കാണിച്ചു കൊടുത്ത് അവരെ നിലനിർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, യേശുവേ, ശരീര അഴുക്കൽ രോഗങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. ശരീരം വെറുതെ ഇങ്ങനെ തൊലി അഴുകി മാറും. പൊറുക്കാത്ത വ്രണങ്ങള് കർത്താവിന്റെ തിരുമുറുപാടുന്ന വലത് കർത്താവ് സ്പർശിക്കുന്ന ശ്രദ്ധിക്കട്ടെ. എല്ലാവരും മുട്ടയിൽ നിൽക്കുക. വ്യക്തിപരമായ കാര്യങ്ങൾ ഓൺലൈനിലുള്ളവരും തീർത്ഥാടനത്തിലുള്ളവരും അച്ഛൻ പ്രാർത്ഥിക്കാൻ വിട്ടുപോയ വിഷയങ്ങള് അച്ഛൻ്റെ കൂടെ ദൈവതിരുസേന പ്രാർത്ഥിക്കുന്ന സമയമാണ്. ജയിലിൽ കിടക്കുന്നവര്, രേഖാമൂലമുള്ള തടസ്സമുള്ളവര്, പൊക്കുവരോ ചെയ്ത് കിട്ടാത്തവര്, ഭൂമി തരം മാറ്റാൻ പറ്റാതിരിക്കുന്നവര്, സ്ഥലം വിൽക്കാൻ പറ്റാത്തവര്, വാങ്ങാൻ പറ്റാത്തവര്, വഴിയില്ലാത്തവര്, വെളിച്ചമില്ലാത്തവര്, വെള്ളമില്ലാത്തവർ ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. അറിയിപ്പുകള്. ബഹുമാനപ്പെട്ട 2 സിസ്റ്റേഴ്സ് ഇവിടുന്ന് ഇപ്പൊ സർവീസ് പൂർത്തിയാക്കി പോവുകയാണ്. നിങ്ങളെ 2 സിസ്റ്റേഴ്സിന് കൃപാസനത്തിൽ ചേർന്ന് പ്രവർത്തിക്കാൻ മുറികൾ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ദയവായിട്ട് ഏതെങ്കിലും സിസ്റ്റർമാർ കൃപാസനത്തിൽ ശുശ്രൂഷ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ മദറിൻ്റെ അനുവാദത്തോടുകൂടി, രേഖാമൂല അനുവാദത്തോടുകൂടി അപേക്ഷ വെക്കാവുന്നതാണ്. നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോട് ഇങ്ങനെ കൃപാസനത്തിൽ താമസിച്ച് ജോലി ചെയ്യണം, 1 കൊല്ലം ജോലി ചെയ്യണം എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ആഴ്ചയാണ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എത്രയും വേഗം ഈ ആഴ്ചക്കുള്ളിൽ 2 സിസ്റ്റേഴ്സിന് ഒഴിവുണ്ട് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയുള്ള. വേറൊരു അറിയിപ്പുള്ളത്, ഇവിടുത്തെ എഡിറ്റർ അദ്ദേഹം വേറൊരു ജോലി കിട്ടി പോവുകയാണ്. അതുകൊണ്ട് സ്റ്റുഡിയോയിൽ എഡിറ്റ് ചെയ്യുന്ന എഡിറ്ററെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് കൃപാസനത്തിൻ്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗവൺമെൻറ് സിസ്റ്ററിനെ ബന്ധപ്പെടാനും മതി. അല്ലെങ്കിൽ സണ്ണി ബ്രദറിൻ്റെ ജനറൽ മാനേജറിനെ ബന്ധപ്പെടണം. 1-ാം തീയതി ലൈവായിട്ട് മാതാവിൻ്റെ വണക്കമാസം ആരംഭിക്കും. മാതാവിൻ്റെ വണക്കമാസം നേർച്ചയായിട്ട് ഏറ്റെടുത്ത് നടത്താവുന്നതാണ്. അത് നിങ്ങളുടെ നിയോഗങ്ങൾ വെക്കാവുന്നതാണ്. നിയോഗങ്ങൾ സമർപ്പിച്ചിവിടെ എല്ലാ ദിവസവും മെയ് 1 തൊട്ട് 31 വരെ ദൈവജന പ്രഘോഷണത്തോടും വണക്കമാസത്തോടും സംഗീതാത്മകമായ വണക്കമാസ ആചരണങ്ങൾ മാതാവിശുദ്ധിക്കായി നടത്തുന്നു. അനുഗ്രഹത്തിൻ്റെ കാലഘട്ടത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ ഈ ചാനൽ ഉപയോഗിക്കാവുന്നതാണ്. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ
പരിശുദ്ധ സ്നേഹമുള്ളവരെ, പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ സമയം നൽകുന്നത്. കൃപാസനത്തിൽ എല്ലാ ദിവസവും മരിയൻ ഉടമ്പടി എടുക്കാനും പുതുക്കാനുമുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ 10:30 ഇംഗ്ലീഷ് മരിയൻ ഉടമ്പടി ക്ലാസ്സും ഉച്ചകഴിഞ്ഞ് 1:30 ഹിന്ദി മരിയൻ ഉടമ്പടി ക്ലാസ്സും രണ്ടാം ചൊവ്വാഴ്ചകളിൽ തമിഴ് മരിയൻ ഉടമ്പടി ക്ലാസ്സും രാവിലെ 10 മണിക്ക് ഉണ്ടായിരിക്കുന്നതാണ്. മാത്രം 23 ഭാഷകളിൽ ലഭ്യമാണ്. നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഏത് ഭാഷ കൊടുത്താൽ ദൈവജനത്തിന് ഏറ്റവും പ്രയോജനകരമാകും എന്നുള്ള ഭാഷകളാണ് ഉടമ്പടി എടുക്കുന്ന സഹോദരങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ.